ഫോണാണല്ലോ ബെല്ലടിക്കുന്നത്. അറിയാത്ത നമ്പർ. ഹലോ ഹലോ, ഇത് ഞാനാണേ, ബ്രോക്കർ സുലേഖ. ഞാനേ ഇമ്മാക്ക് കൊണ്ടുപോയി കൊടുക്ക. ഇത് മോളാണ് സംസാരിക്കണേ. ഇമ്മ ഇമ്മ, ഇത് ഫോണ് ഏതൊരു ഇത്ത വിളിക്കണ്. ഹലോ ഹലോ, ഇത് ഞാനാണ്, ബ്രോക്കർ സുലൈഖ. നിങ്ങളെ ബന്ധുക്കാര് നമ്പർ തന്നിട്ട് വിളിക്കാണ്. ഓര് പറഞ്ഞേ സ്ഥലത്ത് ഇവിടെ എത്തിക്കണ്. ഇതിലെവിടെയാണ്? ഈ റോഡിന്റെ വക്കത്താണ് ഞാൻ ഈ നിക്കണത്. ഇതിലെവിടെയാണ്? ഇവിടെ ഉള്ള ഈ ഫസ്റ്റത്തെ പെരയാണോ? ആയിത്താ, ഈ ഫസ്റ്റത്തെ വീടാണേ. ഞാനിതാ പുറത്തന്നെ ഉണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് പോരി. എന്നാ ശരി, എന്നാ ഞാൻ വരാം. പറയുമ്പോ നല്ലപോലെ അഡ്രസ്സും പറഞ്ഞു തരൂല. റോഡിന്റെ വക്ക്, എടുത്തത്തെ പെരാന്നൊക്കെ പറയും. ആരമ്മ? അത് ഇത്താക്ക് വേണ്ടിട്ടേ നല്ല പയ്യന്മാരുണ്ടെന്നുണ്ടെങ്കില് പറയാൻ പറഞ്ഞീന്ന് എന്റെ എളിയമാനോട്. അപ്പൊ എന്റെ എളിയമ്മ അറിയണ കൂട്ടത്തത് നല്ലൊരു ബ്രോക്കർ ഉണ്ട് എന്ന് പറഞ്ഞീന്ന്. അതിനങ്ങോട്ട് പറഞ്ഞയച്ചിക്കണ്. അപ്പേ അവര് ഇവിടെ എത്തിക്കണ്. അപ്പൊ അവര് വിളിച്ചതാണ് നമ്മളെ വീട് എവിടെയെന്ന് ചോദിച്ചിട്ടേ. അതിനുമ്മ ഞമ്മളെത്ര സമ്മതിക്കോ? ഇത്താന്റെ മുട്ടാടുക്കലേ ഒരു പ്രാവശ്യം മുടങ്ങിയതേ ഇമ്മ എത്ര പെട്ടെന്ന് മറന്നാ? അതിപ്പോ മോളെ ഞമ്മളെ കുറ്റം കൊണ്ടാണോ ആ കല്യാണം വേണ്ടാന്ന് വെച്ചത്? അല്ലല്ല, ആ ചെക്കന്റെ കയ്യിലിരിപ്പോണ്ടേ അത് ഞമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചതല്ലേ. അല്ലാതെ അന്റെ ഇത്താന്റെ കുഴപ്പം കൊണ്ട് സ്വയം മുടങ്ങിയ കല്യാണം എന്നല്ലല്ല. ഇതിപ്പോ വേഗം ചെന്നിട്ടേ ഇത്താനോടെ ഒരു ഗ്ലാസ് ചായക്ക് വെള്ളം വെക്കാൻ പറയുന്ന. ഈ ഫോൺ കണ്ട് കൊണ്ടേക്കാം. ഞാൻ പറയാം. ഞാൻ ഈ റോഡിന്റെ വക്കത്ത് നിന്നിട്ടേ കൊറേ നേരമായി തിരിഞ്ഞു കളിക്കണേ. വരുന്നുണ്ട്. ഇക്ക് തന്ന നമ്പർക്കേ ഞാൻ കൊറേ ഒന്ന് വിളിച്ചു നോക്കി. കൂന്ന് പറയാണ്. കൊറേ നേരമായി. ഞാൻ കുറച്ച് നേരത്തെ ഒന്നും ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ഒന്ന് രണ്ട് സ്ഥലത്തേ പോവാണ്ടായിന്. ഇങ്ങോട്ട് കേറി. മോളില്ല ഇവിടെ. ഇന്റെ അറിവിലേ നല്ലൊരു ചെക്ക ഉണ്ടായിന്. ഓള് ഇവിടെ ഉണ്ട്. അവള് പഠിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേ ഇവിടെ അടുത്തേ അക്ഷയയില് ജോലിക്ക് പോണ്ട്. ഇപ്പൊ തന്നെ പോകൂല, കുറച്ച് കഴിഞ്ഞിട്ടേ പോവുള്ളൂ. നിങ്ങൾ കേറി ഇരിക്കേ. നേരം വെളുക്കാനടാ, എന്തൊരു ചൂടാണോ. ഇമ്മ പാരോടെ ഈ പുറത്ത് വർത്താനം പറഞ്ഞേ. ഇത്താനോടെ ഒരു ഗ്ലാസ് ചായക്ക് വെള്ളം വെക്കാനുമ്മ. ഇമ്മ ആരോടെ പുറത്ത് വർത്താനം പറഞ്ഞ്? അത് ഇത്താക്കേ കല്യാണാലോചന കൊണ്ട് വന്നേ ഒരു ഇത്തയാണ്. നമ്മളെ എളിയമ്മ പറഞ്ഞു വിട്ടതാണ്. ഒരു ബ്രോക്കർ ഇത്തയാണ്. ഒരു കല്യാണം ഉറപ്പിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴല്ലേ വേറൊന്ന്. നമ്മളമ്മക്കേ വേറെ ഒരു പണിയില്ല. അതത്തെ ഇമ്മാനോടെ നേരിട്ട് ചെന്ന് ചോദിച്ചോക്ക്. ഇമ്മാക്ക് ഇന്നിപ്പോ കെട്ടിച്ചു വിടാഞ്ഞിട്ട് ഇപ്പൊ എന്താണോ അത്ര തീർത്തി. ചെക്കനെ നല്ല അടിപൊളി ചെക്കനാണ്. പോരാത്തതിന് നല്ല പഠിപ്പുണ്ട്, നല്ല ജോലിയുണ്ട്. പിന്നെ അതല്ല, അത്യാവശ്യം പണമുണ്ട്. പുകവലി ഇല്ല, ഒരു കൂട്ടുകെട്ടില്ല, ഒരു കള്ളുകൂടി ഇല്ല. അങ്ങനത്തെ ഒരു ദുശീലും ഇല്ല. ഇത്ത ചായതാ. ഇവൾക്കാണില്ലേ ഇപ്പൊ കല്യാണം വേണ്ടത്? അതെ, ഇവളെ തായേ ഒരാളും കൂടി ഉണ്ട്. ചായ തന്നാളാ. ഇക്കേ കടിയൊന്നും വേണ്ട, ചായൻ്റെളം തന്നെ ധാരാളാണ്. ഞാനേ ചെക്കന്റെ ഫോട്ടോ കാണിച്ചു തരാം. മധുരം കുറച്ച് കുറവാണ്. ഇത് പിടിക്ക്. ഈ ഗ്ലാസ്സോടെ അടുക്കളയെ കൊണ്ടുവച്ച. ഇതിലുണ്ടായിനല്ല, കണ്ണ് കാണുന്നില്ല. കിട്ടി. ഇതാണ് ചെക്കന്റെ ഫോട്ടോ. കണ്ടീല്ലേ? നാലേ അടുത്ത് തന്നാളെ. നിങ്ങളെ പെണ്ണിന്റെ ഫോട്ടോ എന്റെ ഈ ഫോണൊക്കെ വിട്ടു തരുമോണ്ടിട്ടോ.
ഫോട്ടോ ഞാനേ മോളെ കൊണ്ട് വിടിയിപ്പിക്കാം. ഞാൻ നാളെ ഇറങ്ങട്ടെ. ഞാൻ അവരോട് കാര്യം പറയട്ടോ. നിങ്ങൾ ഫോട്ടോ വിടാൻ മറക്കല്ലേ. ഇന്നോ നാളെയായിട്ട് ചിലപ്പോൾ വന്നുവിടാ ഇല്ല കാണാനേ. എന്നാ ഞാൻ പോയിട്ടാ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിളിക്കണ്ട. അവർ ഇന്നേറ്റ വരികയാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിലേക്ക് ഞാൻ വിളിക്കണ്ട്. എന്നാ ഞാൻ ഇറങ്ങിക്കോ. 1-2 പേരേലും കൂടി കയറാണ്ടേ. ഞാൻ പോയി. പഠിച്ചോനെ, ഇതെങ്കിലും എൻ്റെ കൂട്ടിൻ്റെ ഒന്ന് ശരിയായി കിട്ടിയാൽ മതിയായിരുന്നു. ഇമ്മ, എന്തിനമ്മ ഇപ്പൊ തന്നെ വേറൊരു കല്യാണം നോക്കണത്? ഇവിടെ നടന്നതൊന്നും ഉമ്മ മറന്നിട്ടില്ലല്ല. അല്ല മോളെ, അതിപ്പോ ഞമ്മളെ കുറ്റം കൊണ്ടാണോ മുടങ്ങിയത്? മുട്ടാടുക്കലൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇപ്പൊ ഞമ്മളറിയണത് ചെക്കനില്ലാത്ത ദുശീലങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ അത് നമ്മൾ വാണ്ടാന്ന് വെക്കല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? അല്ലാതെ അവരായിട്ട് നമ്മളെ വേണ്ടാന്ന് വെച്ചതല്ലല്ലോ, നമ്മളായിട്ട് പറഞ്ഞതല്ലേ ഈ കല്യാണം വേണ്ടാന്നുള്ളത്. അത് ശരിയാണ് പറഞ്ഞത്. നമ്മളെ ആ ചെക്കനെ കുറിച്ചുങ്ങാണ്ട് ഒന്നും അറിയാതെ ഇത്താന്റെ കല്യാണം നടത്തിയെന്നെങ്കിലേ ഇപ്പൊ ഇത്താന്റെ അവസ്ഥ എന്തേക്കാരോ? കഴിഞ്ഞത് കഴിഞ്ഞ്. പിന്നെ അതിനെ പറ്റി പറഞ്ഞിട്ടേ അതിനെ പറ്റി സങ്കടപ്പെട്ട് ഇരുന്നിട്ടേ യാതൊരു കാര്യമില്ല. ഇപ്പൊ അക്ഷയ പോവാൻ നോക്ക്. നേരം കുറെ ആയി. ഞങ്ങൾക്കേ നിങ്ങളെ മോളെ ഇഷ്ടായി. പിന്നെ പണ്ടത്തെ പോലെ ചെക്കനും പെണ്ണും കൂടി കണ്ട് സംസാരിക്കലൊന്നും ഇല്ലല്ലോ. ഒക്കെ ഇപ്പൊ ഫോണിൽ കൂടെ ആണല്ലോ. മുട്ടായി കൊടുക്കലേ നമുക്ക് ഈ ആഴ്ച തന്നെ നടത്താം. അത് ശരിയാ ഞങ്ങള് പറഞ്ഞത്. ഇപ്പൊ അതിന് പണ്ടത്തെ പോലെ ഒന്നല്ലല്ലോ. അല്ല, ഇനി കുട്ടികൾക്ക് വല്ലത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സംസാരിച്ചോട്ടെ. അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. മോനെ, ഇങ്ങക്ക് രണ്ടാക്കേ എന്തെങ്കിലും സംസാരിക്കണെങ്കിലേ സംസാരിച്ചോളി. വേണ്ട. എന്നാ ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ എന്നാലേ ബ്രോക്കർ സുലുവിനോട് പറയാ. അവള് പറയും നിങ്ങളോട് കാര്യങ്ങളൊക്കെ. ആയിക്കോട്ടെ. എന്നാല് ഞങ്ങള് ബ്രോക്കർ സുലുവിനോട് പറഞ്ഞാ മതി. അവള് വിളിച്ചോളൂ. മോളെ, ഞങ്ങൾ ഇന്നാലെ ഇറങ്ങിട്ടോ. ഞങ്ങൾ ഇന്ന് ഇറങ്ങി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഒരു സംസാരം കേട്ടിട്ടേ ഓർക്ക് പറ്റിക്കണെന്നാ തോന്നണത്. അല്ലാതെ ഇപ്പൊ ഇത്ര ഒരു ചിരിച്ചും കളിച്ചും സംസാരിക്കൂലല്ലോ. ഇനിയിപ്പോ ബ്രോക്കർ വിളിച്ചാലറിയാം എന്തൊക്കെ പാടിയെന്നുള്ളത്. എന്ത് വെയിലാണ്. ചൂടെടുത്തിട്ടാണെങ്കിൽ അതിനെ കാട്ടി അപ്പുറം. ചോറ് മറണമെങ്കിൽ ഇത് നേരാക്കിയിട്ട് വേണം. എന്താ പണിത്താ? അരി വെറുക്കേ? അരിയിലെന്തേ കൂത്തണ്ട? അതൊന്നും പറയാതിരിക്കുക മോളെ നല്ലത്. റേഷൻ പീടിയത്തെ അരിയാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ഈ കൂത്തന്റെ 5ന്റെ കളിയാണ് ഇതിന്റെ ഉള്ളില്. അരിനെക്കാട്ടി കൂടുതലേ ഇതിലേ കൂത്തനാണ്. എല്ലാം ഈ അറിഞ്ഞില്ലേ നമ്മളെ ഫിദക്ക് നല്ലൊരു കാര്യം വന്നത്? അത് ഞാൻ അറിഞ്ഞ്. മിഠായി കൊടുക്കലേ എന്നാന്ന് വല്ലത് ഉറപ്പിച്ചോ? അവിടുത്തെ കാക്ക വന്നപ്പോ പറയേ ഫിദന്റെ കല്യാണേ ശരിയായിക്കണെന്നുള്ളത്. അവരിവിടുന്ന് ഇറങ്ങിയ പാടന്നെ ആ ബ്രോക്കർ വിളിച്ചിരുന്ന് നമ്മളെ ഫിദനെ പറ്റിയിക്കണെന്ന് അറിഞ്ഞിട്ട് 2 ദിവസത്തിന്റെ ഉള്ളില് മുട്ടാടുക്കൽ നടത്താന്നാ പറഞ്ഞിരിക്കണത്. പിന്നെ അവര് പോയ പാടത്തന്നെ ഫിദ ആണെങ്കിലോ അക്ഷയക്ക് പോയും ചെയ്തു. സിനു പിന്നെ കോളേജിൽ പോയിട്ടുണ്ടാവൂലേ? അവര് പണ്ടും പണം വല്ലതും ചോദിച്ചിക്കണ? പിന്നെ അവളെ കല്യാണം മുടങ്ങിയില്ലേ, അത് വല്ലതും അവര് അറിഞ്ഞിക്കണ? അല്ല, ഈ ചെക്കനും പെണ്ണുമില്ലേ വല്ലാതെ അടുക്കണേന്റെ മുന്നേ നമ്മളെല്ലാ കാര്യങ്ങളെ അറിയിക്കണതാണ് നല്ലത്. ഞാൻ പോട്ടട്ടോ. ഇക്ക വന്നപ്പോ പറഞ്ഞേ നമ്മളെ ഫിദന്റെ കല്യാണം ശരിയായിക്കണെന്നുള്ളതേ. ഞാൻ പുറത്തൊക്കെ കൊറേ നോക്കി നിങ്ങളെവിടെയും കണ്ടില്ല. അപ്പൊ അതെങ്ങോട്ട് വന്നത്. എന്നാ ശരി, ഞാൻ പോയിട്ടോ. പഠിച്ചോനെ, എന്റെ കുട്ടിക്ക് ഈ വന്ന കാര്യം ഒരു മുടക്കം കൂടാതെ നടക്കണേ. ഇമ്മ ഇപ്പൊ വിളിച്ചീനാ?
ഇത്തവിടെ ഇപ്പൊ രാവിലെ വിളിച്ചീന്ന്. ഇത്ത അപ്പുറത്തേക്ക് എന്തോ ഫോണിട്ട് അങ്ങോട്ടോ പോയിന്ന്. അല്ല എനിക്കിപ്പോ എന്താ എത്താനേ? ഒന്നിനുമല്ല, ഞാനേ ഫോണിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. മുട്ടാടുക്കൽ കഴിഞ്ഞപ്പോഴേ ഇത്താക്കേ ഫോൺ വിളി കുറച്ച് കൂടുതലാണ്. ഇമ്മാന്റെ കുട്ടിക്ക് വേറെ ഒരു പണിയില്ലേ. ഇത്താന്റെ പിന്നാലെ ഇത് നോക്കി നടക്കല പണി. പോയി വല്ലതേ രണ്ടക്ഷരം പഠിക്കാൻ നോക്കടി. കിന്നാരം പറയാൻ വന്നിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം. ഇവരിതൊക്കെ ചെയ്യണതേ മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത്രയും കൊല്ലത്തിലിടക്ക് ഇങ്ങനത്തെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. അതെ, ഇവിടെ ആരും ഇല്ലേ? അതെ, അല്ല ആരിത് സുലുത്ത വരും കേറി ഇരിക്ക. ഞങ്ങളെ സൽക്കാരം കൂടാനല്ല വന്നിക്കണത്. എന്റെ ജീവിതത്തിലെ ഇങ്ങനെ ഒരു നാണക്കേട് ഉണ്ടായിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. എന്താ സുലുത്തങ്ങൾ പറയണത്? ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഇനി എന്ത് മനസ്സിലാക്കാനാണ്? അവർക്ക് ഈ കല്യാണം വേണ്ടാന്ന്, ഈ കല്യാണം നടക്കൂല, അതന്നെ. നിങ്ങളെ മോളെ ഒരു വട്ടേ മുട്ടാടുക്കലൊക്കെ കഴിഞ്ഞിട്ടേ കല്യാണം മുടങ്ങിയതാണെന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചി? അത് ഞങ്ങളായിട്ട് വേണ്ട വെച്ചതാണ്. ആ പയ്യന് ആള് ശരിയല്ലാന്ന് അറിഞ്ഞപ്പോ ആര് വേണ്ടാന്ന് വെച്ചാലേ കല്യാണം മുടങ്ങിയില്ലേ? നിങ്ങക്കേ ഇന്നോടൊരു വാക്ക് പറഞ്ഞൂടായിന്നാ? ഇന്ന് ഇങ്ങനെ ഞാൻ നാണം കെടുവായിന്നാ? ഇതിപ്പേ അവരിവിടെ വന്ന് അന്വേഷിച്ചപ്പോഴേ ഈ നാട്ടുകാർ മൊത്തം ഇങ്ങളെ കുറ്റാണല്ലോ പറയണത്. ആ വീട്ടുകാർക്ക് ഇഞ്ഞേ ഈ ബന്ധത്തിന് താല്പര്യം ഇല്ലാന്നാണ് പറയണത്. അവരിഞ്ഞിന്നെ പറയാത്തതായിട്ട് ഒന്നുമില്ല. ഇതുവരെ ഒരു വീട്ടുകാർ ഇന്നെങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇറങ്ങട്ടെ. ആകെ നാണം കെട്ടുന്നല്ലാതെ വേറെ എന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാ? പിന്നെ ആ പയ്യൻക്കേ ഇനി ഇവിടുന്ന് ആരും വിളിക്കരുതെന്നേ അവര് പറയാൻ പറഞ്ഞു. ഓരോരോ മാരണങ്ങൾ. ഇമ്മ, ഇതിപ്പോ എന്താ പെട്ടെന്ന് ഇവര് ഇങ്ങനൊക്കെ പറയണേ? ഇമ്മാക്കൊന്നും അറിയില്ല മോളെ. എന്റെ കുട്ടിക്ക് എന്തൊരു വിധിയാണ് പടച്ചോനെ. ഇതിന് മാത്രം എന്ത് പാപാണ് എന്റെ കുട്ടി ചെയ്തത്? മോളെ, ഇമ്മാന്റെ കുട്ടി ആ പയ്യനോട് പറഞ്ഞതല്ലേ എല്ലാ കാര്യങ്ങളും? ഞാൻ പറഞ്ഞതമ്മ. അപ്പൊ ഫോൺ വെച്ച് പോയതാണ്. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിരിക്കണ്. ആ പയ്യൻ കാരനാണ് ഞങ്ങളായിട്ട് വേണ്ടാന്ന് വെച്ചതാണെന്നൊക്കെ. ഇതുപോലെ ഫോൺ വിളിയൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണ്. അപ്പൊ വെച്ച് പോയതാണ് മൂപ്പരാള്. പിന്നെ എനിക്ക് വിളിച്ചിട്ടില്ല. പിന്നെ ഇത്ത വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവര് കല്യാണം വേണ്ടാന്ന് വെച്ചിരിക്കണെന്ന്. ചിലപ്പേ പഠിച്ചൊക്കെ ഇപ്പൊ തന്നെ കല്യാണം ഒന്നും വിധിച്ചിട്ടുണ്ടാവില്ല. അതാ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ മുടങ്ങി പോണത്. ഇത്ത വിഷമിക്കണ്ടെത്താ. ചിലപ്പേ ഇതിൽ നല്ലത് നടക്കാനാവും ഇത്താക്ക് ഇതൊക്കെ ഇങ്ങനെ മുടങ്ങി പോണത്. ഇത്ത എല്ലാ കാര്യങ്ങളെ ആ പയ്യനോട് പറഞ്ഞതല്ലേ. അപ്പൊ ഇത്താന് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ അവര് ഈ കല്യാണം വേണ്ടാന്ന് വെച്ചത്. അറിഞ്ഞപ്പോഴേ അവരിപ്പൊ തന്നെ വേണ്ട വെച്ചത് നന്നായി. കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലേ ഞാൻ പെട്ടിന്നില്ലമ്മ. ഇമ്മ, ഇക്കിഞ്ഞിങ്ങനെ ആളുകളെ മുന്നിലേ കോമാളി വേഷം കെട്ടാനേ വയ്യ. ഇതിപ്പോ 2ാം പ്രാവശ്യമായില്ലേ ഇങ്ങനെ കോമാളി വേഷം കെട്ടണ്. ഇനി വയ്യമ്മ. എന്ത് വിദ്യ റബ്ബന്റെ കുട്ടിക്കത്? എന്തിനാ അതിനിങ്ങനെ ആശ കൊടുത്ത് കണ്ണീരിലാഴ്ത്തുന്നത്? അതിന് മാത്രം എന്ത് പാപന്റെ കുട്ടി ചെയ്തത്? എന്തോരം സ്വപ്നം കണ്ടിപ്പോ അത്. എന്തിനാ ഈ ജനങ്ങള് ഇല്ലാ കഥ പറഞ്ഞു കൊടുത്തുങ്ങാണ്ട് ഒരു കുടുംബം നശിപ്പിക്കണത്?